US പോയി പണി നോക്കട്ടെ, ഞങ്ങൾക്ക് വലുത് ഇന്ത്യയാണ് എന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു രാജ്യം. അതേത് രാജ്യമാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതായത് US പണി നോക്കാൻ US പോയി പണി നോക്കട്ടെ എന്ന് പറഞ്ഞ് US ഇപ്പോൾ പിന്തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. സ്വിറ്റ്സർലാൻഡിലെ പ്രധാന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് US നമ്മൾക്ക് വേണ്ട, ഇന്ത്യയാണ് ഇനി ലോകത്തിൻ്റെ ഭാവി, അപ്പോൾ ഇന്ത്യയിലേക്കാണ് എല്ലാ കണ്ണുകളും ഇനി പോകുന്നത് എന്നാണ്. ഇപ്പോൾ ആദ്യമായിട്ടല്ല ഒരു രാജ്യം ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ US നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു രാജ്യം ഇപ്പോൾ എത്തുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. US താരിഫുകൾക്കിടയിൽ സ്വിസ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി SCCOയിലെ പ്രൊമോഷണൽ ആക്ടിവിസ്റ്റ് ഡയറക്ടറേറ്റ് മേധാവി മാർട്ടിൻ സലാഡിനാണ് ബുധനാഴ്ച ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് US ഏർപ്പെടുത്തിയ കനത്ത താരിഫുകൾക്ക് ശേഷം സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ ഇന്ത്യയെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സാമ്പത്തിക പങ്കാളിയായി മാറ്റാനായി തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. US താരിഫുകളെക്കുറിച്ച് സലാഡിൻ പറഞ്ഞത് ഇതൊരു ആശങ്കാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സ്വിറ്റ്സർലാൻഡിന് നിലവിൽ 39% വരെ ഉയർന്ന താരിഫാണുള്ളത്. ഇത് തീർച്ചയായും ഒരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഇത് ഒരു അവസരവുമാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വർഷങ്ങളായി ചെയ്തു വരുന്ന കാര്യങ്ങൾ വിപണികളെ വൈവിധ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയും അത് തന്നെയാണ് ചെയ്തത്. അതായത് US മാത്രം ആശ്രയിക്കാതെ US ഈ താരിഫ് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ ചെയ്തത് 40 രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ വിപണി തുറക്കുകയാണ് ചെയ്തത്. റഷ്യ അടക്കം ഇന്ത്യക്ക് ഫ്രീ ട്രേഡ് തരുന്ന ഒരു സാഹചര്യമുണ്ടായി. യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറെയും യൂറോപ്യൻ യൂണിയൻ്റെ തലവന്മാരെയും എല്ലാം മോദി നേരിട്ട് വിളിച്ച് വലിയ രീതിയിലുള്ള FTA ട്രേഡുകൾ, കരാറുകൾ ഒപ്പിടാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഡെൻമാർക്ക്, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ വിപണി തുറന്നു തരാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ ചെമ്മീൻ അടക്കമുള്ള വസ്തുക്കൾ, സമുദ്രോൽപ്പന്നങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുമെന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്ന ചെമ്മീൻ അടക്കമുള്ള വസ്തുക്കൾ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന കാഴ്ച അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. റഷ്യയിൽ നിന്നും ദിമിത്രി പത്രുഷേവ് അടക്കമുള്ളവർ ഇന്ത്യയിലെത്തി നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന, ഫ്രീ ട്രേഡിനായിട്ട് ക്ഷണിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.